റഷ്യയുടെ 4 എയർബേസുകളിൽ കനത്ത ആക്രമണം നടത്തി ഉക്രൈൻ. 40ഓളം റഷ്യൻ എയർക്രാഫ്റ്റുകൾ നശിപ്പിച്ചു. ഫ്ലൈറ്റുകൾ എയർബേസിൽ കിടന്ന് കത്തുന്ന ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഉക്രൈൻ റഷ്യ ബോർഡറിൽ നിന്നും 2000ഓളം കിലോമീറ്ററുകൾ ഉള്ളിലായി കടന്നാണ് ഉക്രൈൻ ആക്രമണം നടത്തിയത്. ഓരോ എയർബേസിൻ്റെയും 10-12 കിലോമീറ്ററുകൾ അടുത്തുള്ള വലിയ കെട്ടിടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരാക്രമണം ഉക്രൈൻ നടത്തിയെടുത്തത്. നിരവധി ഡ്രോണുകൾ സെറ്റ് ചെയ്ത് കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുന്നതിൽ ഉക്രൈൻ ചാരന്മാരും സൈനികരും വിജയം കണ്ടു. ഇന്ന് ജൂൺ 2 ഇസ്താംബൂളിൽ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ ചർച്ച നടക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഉക്രൈൻ റഷ്യയിൽ ഇത്തരത്തിൽ ഒരാക്രമണം നടത്തുന്നത്. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ അത്യാധുനിക ആയുധങ്ങളും പണവും നൽകി ഉക്രൈനെ സഹായിക്കുന്നു. ഏകദേശം $700 കോടി നഷ്ടം റഷ്യയ്ക്ക് ഉണ്ടായതായി ഉക്രൈൻ വിലയിരുത്തുന്നു. 120ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഡ്രോൺ ആക്രമണത്തിന് ട്രക്കുകളും ഉപയോഗിച്ചു. ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന 2 റഷ്യൻ പ്രവിശ്യകളിലെ പാലങ്ങൾ സ്ഫോടനത്തിൽ തകർന്നു. ശനിയാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. തീവണ്ടികൾ പാളം തെറ്റി. 71ഓളം പേർക്ക് സാരമായി പരിക്കേറ്റു. പിന്നിൽ ഭീകരരാജ്യമായ ഉക്രൈൻ ആണെന്ന് റഷ്യൻ വക്താവ് ആരോപിച്ചു.